അസ്സലാമു അലൈക്കും. അബ്ദുറഹീമിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം നിർണായകമായ ഒരു വിധിയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, അബ്ദുറഹീമിൻ്റെ കേസ് ഒരുപക്ഷേ കേരളത്തിലെ അടുത്ത കാലത്തായി ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. ഒരുപാട് നാളുകളായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ കേസ് ഇങ്ങനെ മാറ്റിവെക്കുന്നൊരു പ്രവണതയുണ്ടായി. അബ്ദുറഹീമിൻ്റെ കേസ് ഓരോ ദിവസം പരിഗണിക്കുമ്പോഴും അത് പിന്നീട് ഓരോ തവണകളിലായി ഇങ്ങനെ മാറ്റിവെക്കുന്നൊരു പ്രവണതയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. എന്നാൽ അവസാനമാണ് അബ്ദുറഹീമിനെ കുറിച്ചുള്ള ആ ഒരു നിർണായകമായ ഒരു വിധി സൗദി അറേബ്യയിലെ ആ ഒരു കോടതി പുറത്തുവിട്ടത്. അബ്ദുറഹീം ജയിൽ മോചിതനാകും. പക്ഷേ അതിപ്പോഴല്ല, നേരെ മറിച്ച് അടുത്ത വർഷം 2026 ഡിസംബറിലായിരിക്കും അബ്ദുറഹീം ജയിൽ മോചിതനാവുക. അപ്പോൾ ഇതിന് കാരണമായിട്ട് കോടതി പറയുന്നത് അബ്ദുറഹീമിന് 20 വർഷത്തേക്കാണ് തടവ് ശിക്ഷ വിധിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 20 വർഷം അബ്ദുറഹീം ആ ഒരു തടവ് ശിക്ഷ, ആ ഒരു ശിക്ഷയിൽ കഴിയേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ അബ്ദുറഹീമിനെ മോചിതനാക്കാൻ പറ്റൂ എന്നാണ് കോടതി പറയുന്നത്. അതായത് ഇനി 1 വർഷം കൂടി ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിലൊക്കെ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ചോദിച്ച പണം മുഴുവനും കൊടുത്തതാണല്ലോ, 30 കോടിയൊക്കെ മലയാളികൾ പിരിച്ചു കൊടുത്തതാണല്ലോ, പിന്നെ എന്തിനാണ് അദ്ദേഹത്തിന് ആ ഒരു ജയിൽ മോചനം കൊടുക്കാത്തത് എന്നുള്ള രീതിയിൽ പല ആളുകളും പല രീതിയിൽ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അബ്ദുറഹീമിനെ കോടതി വിധിച്ചത് വധശിക്ഷയ്ക്കാണ്. അതായത് നമ്മൾ സൗദി അറേബ്യയിലെ ശരീഅത്ത് നിയമപ്രകാരം അദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലുക എന്നുള്ളൊരു വിധിയായിരുന്നു. എന്നാൽ നമ്മൾ കൊടുത്ത തുക, മലയാളികൾ ഒന്നടങ്കം ജാതിമതഭേദമന്യേ എല്ലാവരും സമാഹരിച്ചു കൊടുത്ത ആ വലിയൊരു തുക ആ ഒരു അറബി കുടുംബത്തിന് കൊടുത്തതോടുകൂടി, ദയാദനമായി കൊടുത്തതോടുകൂടി, അതായത് ബ്ലഡ് മണിയായി കൊടുത്തതോടുകൂടി അബ്ദുറഹീമിൻ്റെ വധശിക്ഷ റദ്ദാക്കുകയാണ്. അതായത് ഇനി അബ്ദുറഹീമിനെ തൂക്കിക്കൊല്ലില്ല. പക്ഷേ കോടതിയുടെ കണ്ണിൽ അബ്ദുറഹീം ഒരു കുറ്റക്കാരനായി കിടക്കുന്നത് കൊണ്ടാണ് അബ്ദുറഹീമിൻ്റെ ആ ഒരു ജയിൽ ശിക്ഷ പൂർണ്ണമായും അനുഭവിക്കണമെന്നുള്ള ആ ഒരു നിയമം അല്ലെങ്കിൽ ആ ഒരു വിധി കോടതി പുറപ്പെടുവിച്ചത്. 2006 അബ്ദുറഹീമിന് അവിടെയുള്ള കോടതി അവിടെ ജയിൽ ശിക്ഷ അനുഭവിക്കണമെന്നുള്ള 20 വർഷത്തേക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കണമെന്നുള്ള ആ ഒരു വിധി പുറപ്പെടുവിക്കുന്നത്. എന്നാൽ ഇപ്പോൾ 2025 അടുത്ത വർഷം 2026 ആകുമ്പോൾ 20 വർഷം തികയുകയാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഏകദേശം 19-19.5 വർഷം അബ്ദുറഹീം ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് കുറച്ച് മാസങ്ങളാണ്. ആ മാസങ്ങൾ വരെ അബ്ദുറഹീം പൂർണ്ണമായും ആ ഒരു ശിക്ഷാവിധി അത് പൂർണ്ണമായും അനുഭവിച്ചതിന് ശേഷം മാത്രമേ പുറത്തിറങ്ങാവൂ എന്നുള്ള ആ ഒരു കോടതി വിധിയാണ് പുറത്തു വന്നത്. ആ കോടതി വിധി പുറത്തു വന്നതിന് ശേഷം അബ്ദുറഹീമിൻ്റെ ഉമ്മയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ, മാധ്യമപ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ആ ഉമ്മയ്ക്കൊന്നും പറയാൻ കഴിയുന്നില്ല. വളരെയധികം സങ്കടത്തോടുകൂടി, കണ്ണീരോടുകൂടി പ്രയാസപ്പെട്ട് എഴുന്നേറ്റു പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എനിക്കെൻ്റെ മോനെ ഒന്ന് കണ്ടാൽ മതി എന്നുള്ള ആ ഒരു സങ്കടത്തോടു കൂടിയാണ് ഉമ്മ എഴുന്നേറ്റ് പോയത്. എൻ്റെ കുട്ടീനെ കണ്ടാലല്ല എനിക്ക് സമാധാനം. ഞങ്ങൾക്ക് എൻ്റെ കുട്ടിയെ കണ്ടാൽ മതി. എന്തെല്ലാം പറഞ്ഞൊക്കെ പറ്റിച്ച് മക്കളെ എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഇപ്പം 20 വർഷം എന്ന് പറയുമ്പോഴും കുറച്ച് മാസങ്ങൾ കൂടി മതി ജയിലിൽ കഴിയാൻ. ഇത്ര മാസം കഴിഞ്ഞല്ലേ ഞാൻ കഴിച്ചിലാക്കി. അതിൻ്റെ ഇമാമ നിർത്തി തന്നെ എനിക്ക് മരിക്കുമ്പോൾ നിർത്തി തരട്ടെ പോയേ. കുറച്ച് മാസങ്ങൾ കൂടി മതിയും. കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ജയിൽ മോചിതനാവുന്നതാണ് ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ മോചനം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. സന്തോഷത്തിലാണ്. നമുക്കിപ്പോൾ ഇന്ന് 13ാമത്തെ തവണയാണ് അവൻ്റെ കേസ് റദ്ദ് ചെയ്തതിനു ശേഷം എത്തുന്നത്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ആവുമോ, 12ാമത്തെ വിധി എന്നാവോ എന്നുള്ളത് നിൽക്കുമ്പോഴാണ് നല്ലൊരു വാർത്ത വരുന്നത്. 20 വർഷം, അതായത് സൗദി അനുഭവിച്ചത് മുതലുള്ള 20 വർഷം എന്നാണ് കേൾക്കാൻ സാധിച്ചത്. അപ്പോൾ നല്ല സന്തോഷത്തിലാണ്. എല്ലാവരോടും നന്ദി. അന്നും ഇന്നും നമുക്ക് പറയാനുള്ളത്, നിങ്ങളോട് എല്ലാവരോടും നന്ദിയാണ് എനിക്ക് പറയാനുള്ളത്. കുടുംബത്തിൻ്റെ ഈ മാധ്യമപ്രവർത്തകർ, അതുപോലെ യൂട്യൂബേഴ്സ്, ഒരുപാട് ആളുകൾ നമുക്കും വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നമ്മളൊരു രൂപ ഇല്ലാതെ നിങ്ങളോട് സമൂഹത്തോട് ചോദിച്ചു 34 കോടി അതിനപ്പുറം തന്നിട്ട് നമ്മളെ സഹായിച്ചു. അപ്പോൾ നിങ്ങളൊക്കെയാണ് ഈ ലോകത്ത് അറിയിച്ചത്. എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ഈ 20 വർഷത്തിൽ ഇനി വളരെ തുച്ഛമായ മാസങ്ങളെ ഉണ്ടാവുള്ളൂ നാട്ടിലേക്ക് എത്താൻ. നല്ല സന്തോഷത്തിലാണ്. എല്ലാവരും നന്ദി അറിയിക്കാം. നമുക്കൊരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന വാർത്തകളല്ല ഇത്. പ്രത്യേകിച്ച് ഒരു പ്രായമായ ഒരു ഉമ്മയാണ്. ഏതു മാതാപിതാക്കളായാലും സ്വന്തം മക്കളുടെ ഒരു വിഷമഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് അവരായിരിക്കും. നിങ്ങൾ നോക്കൂ, 1-2 ഏകദേശം 19 വർഷത്തോളം തൻ്റെ മകൻ ജയിലിൽ കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ഈ ഉമ്മ എത്രമാത്രം നൊമ്പരപ്പെട്ട് കാണും, പ്രയാസപ്പെട്ട് കാണുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ.
എന്നാൽ ഉമ്മയുടെ കണ്ണിലെ ആ കണ്ണീരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉമ്മയെ സംബന്ധിച്ചത് വല്ലാത്ത പ്രയാസമുള്ളൊരു കാര്യമാണ്. പാവപ്പെട്ട ഈ ഉമ്മയുടെ കണ്ണീര് കണ്ടാണ് കേരളത്തിലെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായ രംഗത്തിറങ്ങിയത്. ആ ഉമ്മ ഒരു സുപ്രഭാതത്തിൽ വന്നുകൊണ്ട് കരയുകയാണ്, പ്രയാസപ്പെടുകയാണ്. എൻ്റെ മകനെ ഒന്ന് നിങ്ങളൊന്ന് രക്ഷപ്പെടുത്തണം, അവൻ വല്ലാത്ത പ്രയാസത്തിലാണ്, എനിക്കെൻ്റെ മകനെ കാണണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ചാനലുകൾക്ക് മുമ്പിൽ വന്ന് ആ ഉമ്മ ഇങ്ങനെ പ്രയാസപ്പെടുമ്പോൾ ആ ഉമ്മയുടെ കണ്ണീര് കാണാതിരിക്കാൻ മലയാളികൾക്കായില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി ആ ഉമ്മയെ സഹായിക്കണമെന്നുള്ള ആ ഒരൊറ്റ ചിന്തയോടുകൂടി, ആ ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടി എല്ലാവരും മതം മറന്ന്, രാഷ്ട്രീയം മറന്ന്, ജാതി മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയ കാഴ്ച നമ്മൾ കണ്ടു. മലയാളികൾ നിഷ്പ്രയാസം കൊണ്ട് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ആ ഒരു 30 കോടി രൂപ എന്ന് പറയുന്ന വലിയ തുക സമാഹരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അന്ന് ആ ഒരു വിഷയത്തിൽ ഒരുപാട് ആളുകൾ രംഗത്തിറങ്ങി പ്രവർത്തിച്ചു. ഒരുപാട് സാമൂഹിക പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, യൂട്യൂബർമാർ, അങ്ങനെ നിരവധി ആളുകൾ, പ്രത്യേകിച്ച് ബോച്ചയൊക്കെ ആ ഒരു സമയത്ത് ഇത്തരം ഒരു പ്രവർത്തനം വളരെയധികം മികച്ച രീതിയിൽ കൊണ്ടുപോയൊരു വ്യക്തിയാണ്. പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ആ ഒരു വിഷയത്തിൽ ബോച്ചയെ നമുക്ക് തള്ളിക്കളയാതിരിക്കാൻ കഴിയില്ല. ആ ഒരു പൈസ സമാഹരിക്കാൻ വേണ്ടി, ധനസമാഹരണത്തിനായി ബോച്ചെ രംഗത്തിറങ്ങി പല വിധത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതും മറക്കാതിരിക്കാൻ കഴിയില്ല. ഇതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് റഹീം സഹായ സമിതിയാണ്. അബ്ദുറഹീമിന്റെ മോചനത്തിനായി ആരംഭിച്ച അബ്ദുറഹീം നിയമ സഹായ സമിതി, അവരുടെ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇതിൽ അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടി നിയമപരമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ സഹായിക്കാൻ ആ നിയമസഹായ സമിതിയിലെ അംഗങ്ങളെടുത്ത ആ ഒരു എഫേർട്ട്, അവരുടെ ആ ഒരു പ്രവർത്തനം പ്രശംസിക്കാതിരിക്കാൻ കഴിയില്ല. അന്ന് അബ്ദുറഹീമിന്റെ വിഷയത്തിൽ പോലും മതം കലർത്തിയ വർഗീയവാദികളൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിലും അതങ്ങനെ തന്നെയാണല്ലോ. ഒരു മുസ്ലിം നാമധാരിയാണ് എന്നുണ്ടെങ്കിൽ ഏതു വിഷയത്തിലും അവിടെ മതം പറഞ്ഞ് ഇത്തരത്തിൽ വർഗീയത ഉണ്ടാക്കാൻ ചില വർഗീയവാദികൾ ശ്രമിക്കാറുണ്ട്. അത് എല്ലാ വിഷയങ്ങളിലും അങ്ങനെ തന്നെയാണ്. പലപ്പോഴും ഇത്തരം പ്രവണതകൾ ഇത്തരം ഇസ്ലാമിക വിരുദ്ധർ കാണിച്ചു കൂട്ടാറുണ്ട്. അവനൊരു മേത്തനായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു മുസ്ലിം ആയതുകൊണ്ടല്ലേ സഹായിച്ചത് എന്നുള്ള രീതിയിലൊക്കെ പല രീതിയിലുള്ള വർഗീയ വിദ്വേഷങ്ങൾ, പ്രചാരണങ്ങൾ ഇത്തരം ഇസ്ലാമിക വിരുദ്ധർ പലപ്പോഴായി കാണിച്ചു കൂട്ടി. അപ്പോൾ അത്തരത്തിൽ എല്ലാവരും കൂടി ചേർന്ന് സമാഹരിച്ച ആ വലിയൊരു തുക, ആ തുക ആ അറബി കുടുംബത്തിന് നൽകുമ്പോൾ അവിടെ അബ്ദുറഹീമിന്റെ വധശിക്ഷ അവിടെ റദ്ദാക്കപ്പെടുകയാണ്. പിന്നെ ഉള്ളത് ജയിൽ ശിക്ഷയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ പല തവണകളിലായി കേസുകൾ ഇങ്ങനെ മാറ്റിവെക്കുന്ന ഒരു പ്രവണതയുണ്ടായി. അബ്ദുറഹീമിന് മോചനമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ആ ഒരു വിധിയെ കാത്തിരിക്കുമ്പോൾ പക്ഷെ അവർക്ക് മുന്നിലെത്തിയത് ആ ഒരു കേസ് ഇങ്ങനെ മാറ്റിവെക്കുന്ന ഒരു പ്രവണതയാണ്. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ആ ഒരു കേസ് മാറ്റിവെക്കുന്നതിന് പകരം കോടതി പുറപ്പെടുവിച്ച വിധി അടുത്ത വർഷം ജയിൽ ശിക്ഷ മുഴുവനായും അത്തരത്തിൽ അനുഭവിച്ചതിന് ശേഷം അബ്ദുറഹീമിന് ജയിൽ മോചിതനാകാം എന്നുള്ളൊരു വിധിയാണ്. ആ ഒരു ഉമ്മയെ സംബന്ധിച്ച് വല്ലാത്ത പ്രയാസമുള്ളൊരു വാർത്തയാണ് എങ്കിൽ പോലും മലയാളികൾക്കൊരു പക്ഷേ ഇതൊരു സന്തോഷകരമായ ഒരു കാര്യം തന്നെയായിരിക്കും. ആ ഉമ്മാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അബ്ദുറഹീം എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹത്തിന് അല്ലാഹു എത്രയും വേഗം ജയിൽ മോചനം നൽകട്ടെ.